പിന്നെ ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയതാ. ഈജിപ്തിൽ നിന്ന് ഈടുള്ള അധികം വെക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ വാങ്ങിയതാ. അടിപൊളിയായിരുന്നു. ആ ഇത് പറയാൻ മറന്നുപോയി. ഇത് മോനെ ഇത് കൊടയല്ല മോളെ, ഇത് ഞാൻ ജസ്റ്റ് ഇന്നലെ മേടിച്ചതാ. ഇന്നലെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ള ബാറ്റ. ഇത് അതായത് നമ്മളെ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ഓട്ടോഗ്രാഫ് ചെയ്ത ബാറ്റ. ഇത് 2 lakhs ബേസ് പ്രൈസിൽ ഞാൻ ഓപ്ഷൻ ചെയ്യാൻ പോകുന്ന. ഓക്കെ, ഇത് മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷന്. ലേലത്തില് ഒരു 4-5 കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. 4 കിട്ടിയാലും ഞാൻ കൊടുക്കും. ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ള എങ്ങനെ ഞാൻ വാങ്ങിയതാ. വേറെ ആളായിരുന്നു 2. അതുകൊണ്ടാണല്ലോ 2 ബേസ് പ്രൈസ് വെക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഇത് ഒരു പരിപാടിയല്ല മോനെ, ഇത് ഒറിജിനൽ സൂര്യകുമാർ യാദവ് സൈൻ ചെയ്ത ഒറിജിനൽ SS-ന്റെ ബാറ്റാണ്. എല്ലാം ജെന്യുവൻ സാധനമാണ്. എൻ്റെ പ്രൂഫും കാര്യങ്ങളിലും ഉണ്ട്. സൂര്യകുമാർ ഒപ്പിടുന്ന വീഡിയോ ഫോട്ടോ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, ഐ വിൽ നമുക്കൊരു ഓപ്ഷൻ വെക്കാം, ഒരു ലേലം വിളിച്ചിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താ? ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ. അതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല, ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം, എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് കിടക്കുന്ന മീ ടൈമോ? അത് നിങ്ങൾ പെണ്ണുങ്ങൾക്കാണതല്ലോ, നമുക്കതില്ല. മീ ടൈം ഒന്നും പറഞ്ഞ സംഭവമില്ല. നമ്മളങ്ങനെ ചിന്തിക്കലില്ല അധികം. വേണേ നമുക്ക് കുറച്ച് സമയത്ത് ചിന്തിക്കാം. ഓക്കെ, വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ, ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. പിന്നെ അടുത്തത് അടുത്തത് പറഞ്ഞാൽ നമ്മള് ജാസിയുടെ കല പറയാം. ജാസീസ് കിച്ചൺ. ജാസിയുടെ ഏരിയ അല്ലേ? ജാസിന്റെ നല്ല മണം വരുന്നുണ്ട്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് കൊഞ്ച് ബിരിയാണിയാണ്. ഇന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെയാണ് ജാസി പറയുന്നത്. സൂപ്പർ ഫുഡാണ് ജാസി കുക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു എന്താ പറയാ, ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് ജാസിനെ പോലത്തെ ഒരാളെ കൂടെ കിട്ടി. തൊപ്പി പുച്ഛിക്കണ്ട, ശരിക്കും നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. അല്ലെ, ജാസി അല്ലാണ്ട് ഈ ഒരു ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആളാരാ? തൊപ്പി. തിന്നാനാണോ കുക്ക് ചെയ്യാനാണോ? ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം. മാഗി അല്ലേ കുക്ക് ചെയ്യണേ? അല്ല, ഞാൻ എന്തെല്ലോ കുക്ക് ചെയ്യും. തട്ടിക്കൂട്ടി ഉണ്ടാക്കും. മുട്ടമാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടമാല അറിയോ? നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു പലഹാരം മുട്ടമാല. അപ്പൊ അതൊക്കെ നമുക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം എന്നെ സഹായിക്കാനായി കഴിഞ്ഞാൽ, ഉണ്ടാക്കാനായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരായ കുറച്ച് റെസിപ്പി പരിപാടി കാര്യങ്ങളൊക്കെ. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. കുക്ക് ചെയ്യാൻ അറിയോ? എനിക്ക് കുറച്ചൊക്കെ ഇല്ല. ഓംലെറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അല്ലാണ്ട് വലിയ പ്രോ ആയിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഇല്ല, ചോറ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കും. ഞാനൊരു വട്ടം ചോറുണ്ടാക്കിയിട്ട് മറ്റേ വെയിറ്റും വാഷറില്ലേ ഇതൊക്കെ വെക്കാൻ മറന്നു പോയിട്ട് സംഭവം പൊട്ടിത്തെറിക്കാറൊക്കെ ആയി ആകെ സീനായി. പിന്നെ അതിനുശേഷം അതിനുശേഷം ആ വഴിക്കേ പോയിട്ടില്ല. അതിന് ബാക്കിലേക്ക് പോവാണെങ്കിൽ ബാക്കിൽ കാണിക്കണം. ബാക്കിൽ മൊത്തം വൃത്തികേടാണ്. മൂക്കൊന്ന് പൊത്തി പിടിച്ചോ. വേണ്ട, എനിക്ക് പേടിയാ. ഇവിടെ എന്താ? ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് ബാക്കിൽ വർക്ക് ഏരിയ. ഫ്രിഡ്ജും പെട്ടി. ഈ പെട്ടിയിലാണോ തൊപ്പി ഈജിപ്തിൽ പോയത്? അല്ല, ഈ പെട്ടിയും കൊണ്ടാ. ഈ പെട്ടിയും കൊണ്ടാണ് ഈജിപ്തിൽ പോയത്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തോന്നുന്നു. ഫുഡ് കഴിക്കുന്നത് അത് തൊപ്പിയാണോ? അത് പക്ഷെ അതില് കുറച്ച് വണ്ണുള്ള പോലെ. അത് പണ്ട് കുറച്ച് മുന്നേ ഉള്ള ഞാനാ. മുന്നേ അല്ല, ഒരു മുടി കണ്ടോ അതിലിങ്ങനെ മറ്റേ മുടിയുള്ള സമയത്താണ്. ഓക്കെ. ഇതും ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ, ഇവിടെയുള്ള എല്ലാ ഈജിപ്തിൽ നിന്ന് മേടിച്ചതാ. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ഇതിനെ പറ്റി എന്താ പറയാനാ? ഈ പേരിനെ പറ്റി. ഇത് എന്റെ പേരല്ലേ? ഇനി മേലെ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. മുകളിൽ എന്ന് പറഞ്ഞാ കുറച്ച് ഇടങ്ങാറ് പിടിച്ച ഏരിയ. ഇത്രയും സമയം നമ്മൾ നോർമൽ കാഴ്ചകളെ കണ്ടത്. മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രത്യേകിച്ച്
ബാക്കി എല്ലായിടത്തും റൂം ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് വീടിന്റെ മുകളിലത്തെ നില. താഴെ ഒരു റൂമും മുകളിൽ 3 റൂമാണ്. ഇത് MRG മമ്മു റൂം എഴുതിയിട്ടുണ്ട്. എല്ലാ റൂമിനും പുറത്ത് എഴുതിയിട്ടുണ്ട്. MRG ഷമീർ, പിന്നെ അവിടെ MRG ജാസി. ഇവിടെ മമ്മൂന്റെ റൂമിൽ ആരൊക്കെ? മമ്മു ഒറ്റയ്ക്കാണ്. മമ്മൂന്റെ റൂമിൽ മമ്മു മാത്രമാണ്. ഇതിന്റെ കാര്യം നമുക്ക് ഇത് ലാസ്റ്റ് കാണിക്കാട്ടെ. ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ കേറി വന്നപ്പോ തന്നെ എന്റെ അടുത്ത് മമ്മു ഒക്കെ ഭയങ്കര ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നീ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ അനലീനെ പിടിച്ച് ബെഡിന്റെ അടിയിൽ ഇട്ടിട്ട്. അല്ല മമ്മൂന്റെ റൂം മമ്മു അത്രയും സെറ്റപ്പ് ആക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മമ്മൂന്റെ റൂം നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ആദ്യം ഷമീറിന്റെ റൂമിലേക്ക് പോവാം. ഷമീർ വാ, നിന്റെ റൂം എക്സ്പ്ലെയിൻ. നമുക്ക് ഷമീറിന്റെ റൂമിലേക്ക് പോവാം. സ്വാഗതം ഷമീറിന്റെ. ഇത് ഷമീറും മുനു ഈ റൂമിലാണ് കേട്ടോ. വൃത്തിയുള്ള റൂം എന്ന് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല മണം കേറി വന്നപ്പോ തന്നെ നല്ല മണം. സത്യം പറഞ്ഞ ബാച്ചിലേഴ്സിന്റെ ഒരു വീട്ടിൽ ഇത്രയും വൃത്തിയുള്ള ഒരു റൂം അങ്ങനെ കാണല് വളരെ കുറവാണ്. ഒരുപാട് ടെഡി ബിയേഴ്സിനെ കണ്ടു. ഇത് ഒക്കെ വാങ്ങുന്നതാണോ അതോ ആരെങ്കിലും തരുന്നതാണോ? ഈ വീട്ടിലാണോ പോയത് ഈജിപ്തില്? കൊറേ സമയമായിട്ട് ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഒറ്റ ഒരു ഇത് ഞാൻ ഈജിപ്ത് എന്ന് പറഞ്ഞത് എന്റെ ബായിന്ന് അറിയാണ്ട് വീണുപോയതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു അത് ആണ്. അതെന്താ സംഭവം അറിയാം, ഈ വീട്ടിലെ എല്ലാ ഫ്രെയിമും ഈ വെക്കുന്ന എല്ലാ സാധനങ്ങളും പ്രതിമകളെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പൊ എന്റെ വായിൽ അത് വന്നു പോയത് അറിയാം. അപ്പൊ അതുകൊണ്ട് മുന്നിന്റെ അലമാര തുറക്കും മുന്നു. ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്ക്, കട്ട് ചെയ്യണ്ട. ഹോൾഡ്. അലമാരിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര സീക്രട്ട്. പിന്നെ ലക്ഷങ്ങള് വില വരുന്ന സാധനങ്ങളുള്ള അലമാരിയാണ്. ലക്ഷങ്ങള് വില വരുന്ന സാധനങ്ങൾ ഇവന്റെതുണ്ട്. പകുതി പകുതിയാ. കൊള്ളാലോ, ഭയങ്കര ഓർഗനൈസ് ചെയ്ത് ഭയങ്കര. ഞാൻ പറഞ്ഞില്ല ഇവനൊരു OCDയാ. അതല്ലേ ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്ര വൃത്തിയൊക്കെ നല്ലതാ ശരിക്കും. വൃത്തി എന്ന് പറഞ്ഞപ്പോ ഇത് ഓവർ ഓർഗനൈസ്, ഇങ്ങനെ അടുക്കും ചിട്ടിയും കൂടിയിട്ട് രോഗം പോലെ ആയതാണ്. പിന്നെ അണ്ടി മുന്തിരി ഇതെല്ലാം കഴിച്ചോട്ടെ. നമ്മള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന സംഭവം മുന്നുവിന്റെ അണ്ടി മമ്മു കക്കും. അതാണ്. ഇതാണ് ബ്രോഡ്വേ പോയി വാങ്ങിയ സാധനം. ബ്രോഡ്വേ പോയിട്ട് എന്താ വാങ്ങാൻ? ഈ സാധനം അണ്ടി വാങ്ങാനോ? ഈ നട്ട്സ് ഒക്കെ. വാച്ച് കളക്ഷൻ. ഇനി സാധനങ്ങളുണ്ട്, ഇത് കാണിക്ക്. ആരും ഇതാക്കണ്ട. മുന്നു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ അലമാറിന്റെ ഉള്ളിലേക്ക് വെക്കും. എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ അലമാറിൽ കുത്തി കയറ്റും. അതാണ് പരിപാടി. ഇനി ലോക്കർ ഓർക്കും മുന്നു. ലോക്കറിനുള്ള എന്താ നമുക്ക് കാണാം. എന്താണ്? ഇല്ല, ലോക്കറിനുള്ള ഒന്നും ഇല്ല. ഇവിടെ സാധാരണ നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയാണ് ലോക്കറിലേക്ക്. ഇവിടെ ചിലര് കോൾഗേറ്റ്, ക്ലോസപ്പ്, ഷാംപൂ, വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു കാർ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ മൊമെന്റിന് വേണ്ടി ഈ ജീവിതകാലം മൊത്തം ഇവന്റെ OCD ആരെങ്കിലും ഇങ്ങനെ കാണിക്കലുണ്ട്. ഇവന്റെ ഏറ്റവും വലിയ കട്ട്. അല്ല, നിങ്ങളെ വീട്ടിലേക്ക് ഇത്രയും ഒരുങ്ങി സെറ്റപ്പ് ആയിട്ടാണോ നിക്കണേ? ഇത് ഒരുങ്ങിയൊന്നുമല്ല, പിന്നെ ഇത് വീഡിയോ എടുക്കുന്നോണ്ട് കുറച്ച്. അതല്ല, നിങ്ങള് ഇവൻ വീഡിയോ എടുക്കുന്നോണ്ട് നന്നായിട്ട് തൊങ്ങലും ഇതൊക്കെ ഉള്ളതാണ് വീട്ടിലിട്ടോണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. ഈ വീട്ടിലേക്ക് നിങ്ങൾ കേറി വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയതിന് ശേഷമുള്ള നമ്മളല്ല ഈ നമ്മള്. കാരണം ഇവിടെ ആരും ഡ്രസ്സ് ഇടില്ല. എല്ലാരും ഷഡ്ഡി പുറത്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. അല്ല, അങ്ങനല്ല. ബാച്ചിലേഴ്സ് താമസിക്കുന്ന സ്ഥലം അങ്ങനെയല്ലേ, ആരും അങ്ങനെ ഡ്രസ്സൊന്നും ഇടൂല. അപ്പം ഇവൻ മാത്രമേ ഇവിടെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഒരാളുള്ളൂ. ബാക്കി എല്ലാവരും ഷഡ്ഡി അല്ലെങ്കിൽ ട്രൗസർ, അതിന്റെ അപ്പുറത്ത് ഒരു സാധനം ഇടല്ല. പിന്നെ ചില ആൾക്കാർ അതും ഇടൂല, ഒന്നും ഇടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, കാര്യം പറയല്ല, ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാ